ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എന്നുള്ളൊരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആർ ദോസ് പ്രൊഡക്ട്സ് വിച്ച് ആർ യൂസ്ഡ് ആസ് ഇൻപുട്സ് ഇൻ മേക്കിംഗ് അതർ പ്രൊഡക്ട്സ്. മറ്റ് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാനുള്ള ഇൻപുട്ടുകളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെയാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകൾ എന്ന് പറയാം. അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എൻജിൻസ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ലൂബ്രിക്കൻസ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. മെഷീൻസ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ടൂൾസ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആർ ദോസ് പ്രൊഡക്ട്സ് വിച്ച് ആർ യൂസ്ഡ് ആസ് ഇൻപുട്സ് ഇൻ മേക്കിംഗ് അതർ പ്രൊഡക്ട്സ്. മറ്റ് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള ഇൻപുട്ടുകളെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദീസ് ആർ യൂസ്ഡ് ആസ് ഇൻപുട്ടുകളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകൾ. അതിന് എക്സാമ്പിളാണ് റോ മെറ്റീരിയൽസ്, എൻജിൻസ്, ലൂബ്രിക്കൻസ്, മെഷീൻ, ടൂൾസ് എക്സെട്ര. ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആർ ആസ് ഫോളോസ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്പർ ഓഫ് ബയേഴ്സ്. നമ്പർ ഓഫ് ബയേഴ്സ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? നമ്പർ ഓഫ് ബയേഴ്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകൾക്ക് നോർമലി നമ്പർ ഓഫ് ബയേഴ്സ് ഈസ് ലിമിറ്റഡ്. നമ്പർ ഓഫ് ബയേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആർ നോർമലി ലിമിറ്റഡ് ആസ് കമ്പയർ ടു ദ കൺസ്യൂമർ ഗുഡ്സ്. ദൈനംദിന വസ്തുക്കൾ ഉപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകൾക്ക്, അതായത് എൻജിൻസ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽസ്, മെഷീൻസ്, ടൂൾസ്, ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾക്ക് നോർമലി ബയേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. സോ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഹാസ് ഓൺലി ലെസ് നമ്പർ ഓഫ് buyers as compared with that of consumer goods. Second one, channel levels. Since there are limited number of buyers, industrial products are marketed through shorter channels of distribution. അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകൾക്ക് നോർമലി ലിമിറ്റഡ് നമ്പർ ഓഫ് ബയേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതായത് ബയേഴ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അത് ഷോർട്ടർ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ കൂടെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നോർമലി ഷോർട്ടർ ആയിരിക്കും. ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകൾക്ക് ബയേഴ്സ് നോർമലി കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതും എന്തായിരിക്കും? നോർമലി ഷോർട്ടർ ആയിരിക്കും. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിൻ്റെ ബയേഴ്സ് കുറവായതുകൊണ്ട് തന്നെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനും നോർമലി ഷോർട്ടർ ആയിരിക്കും. സോ ഇറ്റ് ഹാസ് ഓൺലി ഷോർട്ടർ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഹാസ് ഓൺലി ഷോർട്ടർ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൾസോ. ബയേഴ്സ് കുറവായതുകൊണ്ട്, ലിമിറ്റഡ് നമ്പർ ഓഫ് ബയേഴ്സ് ആയതുകൊണ്ട് തന്നെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനും നോർമലി ഷോർട്ടർ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ജോഗ്രഫിക് കോൺസെൻട്രേഷൻ. ജോഗ്രഫിക് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് ആർ ലൊക്കേറ്റഡ് അറ്റ് സെർട്ടൻ റീജിയൻസ്. Hence, industrial markets are highly concentrated geographically. For instance, the demand for a steel plant comes from Bihar, Jamshedpur, etc., where iron and steel industry is concentrated. Geographic concentration പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് ആർ ലൊക്കേറ്റഡ് അറ്റ് സെർട്ടൻ റീജിയൻസ്. ഇൻഡസ്ട്രികൾ ലൊക്കേറ്റ് ചെയ്യുന്ന ചില റീജിയനുകളിലാണ്. സോ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്സ് ആർ ഹൈലി കോൺസെൻട്രേറ്റഡ് ജോഗ്രഫിക്കലി. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ മാർക്കറ്റുകൾ നോർമലി കോൺസെൻട്രേറ്റ് ചെയ്ത് ജോഗ്രഫിക്കലിയാണ്. ഫോർ ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഡിമാൻഡ് ഫോർ എ സ്റ്റീൽ പ്ലാന്റ്, ഒരു സ്റ്റീൽ പ്ലാന്റിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് നോർമലി കംസ് ഫ്രം ബീഹാർ, ജംഷഡ്പൂർ എക്സെട്ര, വേർ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് കോൺസെൻട്രേറ്റഡ്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി നോർമലി കോൺസെൻട്രേറ്റ് ചെയ്തത് ജാംഷഡ്പൂർ, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്ക്, സ്റ്റീൽ പ്ലാന്റുകൾക്ക് ഡിമാൻഡ് എന്നുള്ളത് നോർമലി എവിടെയായിരിക്കും? ബീഹാർ, ജംഷഡ്പൂർ പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും. കാരണം ജോഗ്രഫിക് കോൺസെൻട്രേഷനാണ് അവിടെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നെന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിറൈവ്ഡ് ഡിമാൻഡ്. ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഈസ് ഡിറൈവ്ഡ് ഡിമാൻഡ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് എന്നുള്ളത് നോർമലി ഡിറൈവ്ഡ് ആണ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡക്ട്സ്. കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഡിമാൻഡ് ഫോർ ലെതർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഡിമാൻഡ് ഫോർ ഷൂസ് ആൻഡ് ദ അതർ ലെതർ പ്രൊഡക്ട്സ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷൂസിൻ്റെ ഡിമാൻഡിനനുസരിച്ചാണ് ലെതറിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് ലെതർ പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡിനനുസരിച്ചിട്ടാണ് ലെതറിൻ്റെ ഡിമാൻഡ് എന്നുള്ളതും ബന്ധപ്പെട്ടിരിക്കുന്നത്. മറ്റ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകളുടെ അല്ലെങ്കിൽ മറ്റ് കൺസ്യൂമർ പ്രൊഡക്ട്സുകളുടെ ഡിമാൻഡുകൾ അനുസരിച്ച്, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് ഡിറൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷൂസിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് പ്രധാനമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് എത്രമാത്രം ഷൂസിൻ്റെ ഡിമാൻഡ് ഉണ്ടോ എന്നതിനനുസരിച്ചാണ് ലെതറിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ ദ ഡിമാൻഡ് ഫോർ ലെതർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഡിമാൻഡ് ഫോർ ഷൂസ്. ഷൂസിൻ്റെ ഡിമാൻഡിൽ നിന്നാണ് ലെതറിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് ഡിറൈവ് ചെയ്യുന്നത്. ആൻഡ് അതർ ലെതർ പ്രൊഡക്ട്സ്, മറ്റ് ലെതർ പ്രൊഡക്ട്സുകളിൽ നിന്നുമാണ് ലെതറിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ്, റെസിപ്രോക്കൽ ബൈയിങ്. റെസിപ്രോക്കൽ ബൈയിങ് എന്ന് പറഞ്ഞാൽ സം കമ്പനീസ് മേ റിസോർട്ട് ടു റെസിപ്രോക്കൽ ബൈയിങ്. ഫോർ എക്സാമ്പിൾ, എ കമ്പനി മാനുഫാക്ചറിങ് വെഹിക്കിൾസ് ബൈസ് ടയേഴ്സ് ഫ്രം അനദർ കമ്പനി ആൻഡ് ഹൂ ഇൻ ടേൺ ബൈസ് വെഹിക്കിൾസ് റെസിപ്രോക്കലി.
അതുപോലെ തന്നെ കമ്പനികൾ തന്നെ പരസ്പരം റെസിപ്രോക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കുന്ന ഒരു സിസ്റ്റം കാണാറുണ്ട്. അതായത് ഒരു കമ്പനി മാനുഫാക്ചറിങ് വെഹിക്കിൾസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനി നോർമലി ടയറുകൾ മറ്റ് കമ്പനികളിൽ നിന്ന് വാങ്ങിക്കുകയും അതുപോലെ തന്നെ ഹൂ ഇൻ ടേൺ ബൈസ് വെഹിക്കിൾസ് റെസിപ്രോക്കലി, അതിന് പകരമായിട്ട് ടയർ കമ്പനി എന്ത് ചെയ്യുക ചെയ്യുന്നത്, വെഹിക്കിൾസ് റെസിപ്രോക്കലി വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ റെസിപ്രോക്കൽ ബൈയിങ് എന്നുള്ളതും അതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റെസിപ്രോക്കൽ ബൈയിങ്. ഇൻ റോൾ ഓഫ് ടെക്നിക്കൽ കൺസിഡറേഷൻ പറഞ്ഞാൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് അസ്യൂം ഗ്രേറ്റർ സിഗ്നിഫിക്കൻസ് ഇൻ ദ പർച്ചേസ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുന്നതിന് ഗ്രേറ്റർ സിഗ്നിഫിക്കൻസ് ടെക്നിക്കൽ ആസ്പെക്ട്സുകൾ അസ്യൂം ചെയ്യുന്നുണ്ട്. സോ അതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ലീസിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകൾ നോർമലി പർച്ചേസിങ് ചെയ്യുന്നതിന് പ്രകാരം ലീസ് ബേസിസ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ ബേസിസ് ഓഫ് ലീസ് റെൻറ്റ് ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ഡേ ടു ഡേ ട്രെൻഡിനനുസരിച്ചുള്ള ലീസ് ബേസിസിൽ ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുകയും ആൻഡ് ബിക്കോസ് ഓഫ് ദ ഹെവി പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റിൻ്റെ ഹെവി പ്രൈസ് മുഖാന്തരം ലീസ് ബേസിസിൽ ആയിരിക്കും ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകൾ നോർമലി പ്രൊക്യൂർ ചെയ്യുന്നുണ്ടാവുക. ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആർ നോർമലി പ്രൊക്യൂർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദീസ് ബിക്കോസ് ഓഫ് ദ ഹെവി പ്രൈസ് ഓഫ് ദീസ് പ്രൊഡക്ട്സിൻ്റെ ഹെവി പ്രൈസ് മുഖാന്തരം നോർമലി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകൾ പ്രൊക്യൂർ ചെയ്യുന്നത് ലീസ് ബേസിസിൽ ആയിരിക്കും. ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടത്തിന്, അതായത് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് പകരം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ലീസ് ബേസിസിലായിരിക്കും. ലീസ് എന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ലീസ്, ദാറ്റ് മീൻസ് ലീസ് എന്ന് പറഞ്ഞാൽ പാട്ടം എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ലീസിംഗ് ഔട്ട് എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്പർ ഓഫ് ബയേഴ്സ് എന്നുള്ളത് നോർമലി കൺസ്യൂമർ ഗുഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിമിറ്റഡ് ആയിരിക്കും. ചാനൽ ലെവൽസ് എന്നുള്ളത് നോർമലി ഷോർട്ടർ ആയിരിക്കും. ജോഗ്രഫിക്കലി കോൺസെൻട്രേറ്റഡ് ഉള്ളതായിരിക്കും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതായത് ജാംഷഡ്പൂർ, ബീഹാർ ഇതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും സ്റ്റീൽ പ്ലാന്റുകൾക്ക് കൂടുതൽ ഡിമാൻഡ് എന്നുള്ളത് ഉണ്ടാവുക. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് ബന്ധപ്പെട്ടിരിക്കുന്നത് കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഷൂസിൻ്റെ ഡിമാൻഡിനനുസരിച്ചാണ് ലെതറിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് ഉണ്ടാവുക. റോൾ ഓഫ് ടെക്നിക്കൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആസ്പെക്ട്സുകൾ സ്വാഭാവികമായിട്ടും അസ്യൂം ഗ്രേറ്റർ സിഗ്നിഫിക്കൻസ് ഇൻ ദ പർച്ചേസ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുന്നതിന് ഗ്രേറ്റർ സിഗ്നിഫിക്കൻസ് ടെക്നിക്കൽ ആസ്പെക്ട്സുകൾ അസ്യൂം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റെസിപ്രോക്കൽ ബൈയിങ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകൾ നോർമലി കമ്പനികൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ നോർമലി ടയറുകൾ പർച്ചേസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടയർ പർച്ചേസ് ചെയ്യുന്ന കമ്പനി റെസിപ്രോക്കലി വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യുന്നു. സോ സം കമ്പനീസ് മേ റിസോർട്ട് ടു റെസിപ്രോക്കൽ ബൈയിങ്ങിലേക്ക് റിസോർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ എ കമ്പനി മാനുഫാക്ചറിങ് വെഹിക്കിൾസ് ബൈസ് ടയേഴ്സ് ഫ്രം അനദർ കമ്പനി. നോർമലി വെഹിക്കിൾസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്, ടയറുകൾ പർച്ചേസ് ചെയ്യുന്നത് മറ്റൊരു കമ്പനിയിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ ടയർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ വെഹിക്കിൾസ് കമ്പനിയുടെ കയ്യിൽ നിന്നും വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടായിരിക്കാം. ദീസ് ആർ ദ റെസിപ്രോക്കൽ ബൈയിങ്ങിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ലീസിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് പർച്ചേസിംഗ് ഔട്ട്റൈറ്റ് procuring on lease basis is the trend today because of the heavy price of these പ്രൊഡക്ട്സിൻ്റെ ഹെവി പ്രൈസ് മുഖാന്തരം നോർമലി ലീസിംഗ് ഔട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡും കാണാറുണ്ട്. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ മെറ്റീരിയൽ ആൻഡ് പാർട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മെറ്റീരിയൽ ആൻഡ് പാർട്സ് എന്ന് പറഞ്ഞാൽ ദീസ് ഇൻക്ലൂഡ് ദോസ് ഗുഡ്സ് ദാറ്റ് എൻ്റർ ദ മാനുഫാക്ചറേഴ്സ് പ്രൊഡക്ട്സ് കംപ്ലീറ്റ്ലി. സച്ച് ഗുഡ്സ് ആർ ഓഫ് ടു ടൈപ്സ്. മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് എന്ന് പറഞ്ഞാൽ ദീസ് ഇൻക്ലൂഡ് ദോസ് ഗുഡ്സ് ദാറ്റ് എൻ്റർ ദ മാനുഫാക്ചറേഴ്സ് പ്രൊഡക്ട്സ് കംപ്ലീറ്റ്ലി. ഒരു മാനുഫാക്ചറുടെ പ്രൊഡക്റ്റിനെ കംപ്ലീറ്റ് ആക്കി മാറ്റുന്ന ഗുഡ്സുകളെയാണ് മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ മെറ്റീരിയൽസ് ആൻഡ് പാർട്സിൽ എന്തൊക്കെ വരാം? റോ മെറ്റീരിയൽസ് ആണ് പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് വരുന്നത്. ആ റോ മെറ്റീരിയൽസിൽ ഇൻക്ലൂഡിങ് പ്രൊഡക്ട്സ് ഫ്രം ഫാം പ്രൊഡക്ട്സ് ലൈക്ക് കോട്ടൺ, ഷുഗർ കെയിൻ, ഓയിൽ സീഡ്സ്, നാച്ചുറൽ പ്രൊഡക്ട്സ് ലൈക്ക് ക്രൂഡ് ഓയിൽ, അയൺ ഓർ എക്സെട്ര. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് വരുന്നത്. കോട്ടൺ വരുന്നുണ്ട്, ഷുഗർ കെയിൻ കരിമ്പ്, അതുപോലെ തന്നെ ഓയിൽ സീഡ്സ് എണ്ണക്കുരുക്കൾ, ക്രൂഡ് ഓയിൽ, അയൺ ഓർ, ഇതിനൊക്കെയാണ് നോർമലി മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അതുകൂടാതെ ക്യാപിറ്റൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാവാം. ക്യാപിറ്റൽ ഐറ്റംസ് എന്ന് പറഞ്ഞത്
പ്രധാനമായിട്ടും എലവേറ്റേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, ഹാൻഡ് ടൂൾസ്, ഫാക്സ് മെഷീൻസ് പോലുള്ള ക്യാപിറ്റൽ ഐറ്റംസ് ഉണ്ടാകാം. നെക്സ്റ്റ് സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസസ്. സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസസ് എന്നതിൽ പ്രധാനമായിട്ട് എന്താ പറയുന്നത്, അതിൽ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഐറ്റംസ് ആണ് അതിൽ വരുന്നത്. അതായത് പെയിൻറ്റ്സ്, നെയിൽസ്, ആണി, ലൂബ്രിക്കൻസ്, റൈറ്റിംഗ് പേപ്പർ, കോട്ടൺ വേസ്റ്റ്, കമ്പ്യൂട്ടർ സ്റ്റേഷനറി, ഇതും പ്രധാനപ്പെട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകളാണ്. അതുപോലെ തന്നെ കോമ്പോണൻറ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള അയൺ, ഇരുമ്പ്, യാൺ, നൂല്, സിമൻറ്റ്, അതുപോലെ തന്നെ കോമ്പോണൻറ്റ് പാർട്ടുകളായിട്ടുള്ള ടയർ, ബാറ്ററി, മോട്ടോഴ്സ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് ആൻഡ് പാർട്സിൽ വരുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ടു ഫോം എ പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള കോട്ടൺ, ഷുഗർ കെയിൻ, ഓയിൽ സീഡ്സ്, നാച്ചുറൽ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ, അയൺ ഓർ എക്സെട്ര. അതുപോലെ തന്നെ കോമ്പോണൻറ്റ് മെറ്റീരിയൽസുകളായിട്ടുള്ള അയൺ, യാൺ, സിമൻറ്റ് എക്സെട്ര. അതുപോലെ തന്നെ കോമ്പോണൻറ്റ് പാർട്ടുകളായിട്ടുള്ള ടയറുകൾ, ബാറ്ററി, മോട്ടോർ, ഇത് അതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ ക്യാപിറ്റൽ ഐറ്റംസ് അല്ലെങ്കിൽ ഉയർന്ന ക്യാപിറ്റൽ ആവശ്യമുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് നിർമ്മിക്കാൻ ഉയർന്ന ക്യാപിറ്റൽ ആവശ്യമുള്ള ഇൻസ്റ്റലേഷൻസ് ആയിട്ടുള്ള എലവേറ്റേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, എക്യുപ്മെൻറ്റ്സുകളായിട്ടുള്ള ഹാൻഡ് ടൂൾസ്, ഫാക്സ് മെഷീൻസ് എന്നിവയും ക്യാപിറ്റൽ ഐറ്റംസ് ആയിട്ട് വരാം. എലവേറ്റേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള ഹാൻഡ് ടൂൾസ്, ഫാക്സ് മെഷീൻസ് എന്നിവയും അതിൽ വരാം. പിന്നെ ബിസിനസ് സർവീസസ് ആൻഡ് സപ്ലൈസ്. ബിസിനസ് സർവീസസ് ആൻഡ് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർസ് ഐറ്റംസ് ആയിട്ടുള്ള നെയിൽസ്, ആണി, പെയിൻറ്റുകൾ, ലൂബ്രിക്കൻ്റ്, റൈറ്റിംഗ് പേപ്പർ, കോട്ടൺ വേസ്റ്റ്, കമ്പ്യൂട്ടർ സ്റ്റേഷനറി എന്നിവയും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ടേമാണ് ബ്രാൻഡിങ്. എന്താണ് ബ്രാൻഡിങ് എന്ന് നോക്കാം. Branding refers to the process of giving name to a product or sign or symbol for identifying it from those of their competitors. Some of the common brands are Bata, Lifebuoy, Dunlop, Pierce, etc. Branding എന്ന് പറഞ്ഞാൽ it is the process of giving a name or sign or a symbol to a product for identifying and distinguishing it from those of their competitors. കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു പ്രൊഡക്റ്റിന് നൽകുന്ന സൈനിനെയോ സിമ്പലിനെയോ പേരിനെയോ ആണ് ബ്രാൻഡ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ബ്രാൻഡിങ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഗിവിങ് എ നെയിം, ഒരു പേര് നൽകലാകാം, ഒരു സൈൻ നൽകലാകാം, ഒരു സിമ്പൽ നൽകലാകാം, ടു എ പ്രൊഡക്റ്റ് ഫോർ ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഡിസ്റ്റിങ്വിഷിങ് ഇറ്റ് ഫ്രം ദോസ് ഓഫ് ദെയർ കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു പ്രൊഡക്റ്റിന് നൽകുന്ന സിമ്പലോ സൈനോ പേരോ ആണ് അതിൻ്റെ ബ്രാൻഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസാണ് ബാറ്റ, അതൊരു ബ്രാൻഡാണ്. ലൈഫ് ബോയ് അതൊരു ബ്രാൻഡാണ്. ഡൺലോപ്പ് ഒരു ബ്രാൻഡാണ്. പിയേഴ്സ് എന്നുള്ളതൊരു ബ്രാൻഡാണ്. വേരിയസ് ടേംസ് റിലേറ്റഡ് ടു ബ്രാൻഡിങ്. ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില ടേംസുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ജനറിക് നെയിം. എന്താണ് ജനറിക് നെയിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ജനറിക് നെയിം റെഫേഴ്സ് ടു ദ നെയിം ഓഫ് ദ ഹോൾ ക്ലാസ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഹോൾ ക്ലാസ് അല്ലെങ്കിൽ മുഴുവൻ പേരിനെയാണ് നമ്മൾ ജനറിക് നെയിം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബുക്ക്, പേന, ടയർ, ക്യാമറ, ഇതൊക്കെ ജനറിക് നെയിമിന് ഉദാഹരണം, അല്ലെങ്കിൽ പൊതുവായ പേരുകളാണ്. നെക്സ്റ്റ് ബ്രാൻഡ്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെയിം, term, symbol or design or a combination of these intended to identify the goods or services and to differentiate them from those of competitors. കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഒന്നിനെ വേർതിരിക്കുന്നതും അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ഡിസൈനെയോ സിമ്പലിനെയോ കോമ്പിനേഷനെയോ ആണ് ബ്രാൻഡ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ പിയേഴ്സ് ഒരു ബ്രാൻഡാണ്, കൊക്കക്കോള ഒരു ബ്രാൻഡാണ്, ബാറ്റ എന്നുള്ളത് ഒരു ബ്രാൻഡാണ്. സോ brand is a name, term, symbol or design or a combination of these intended to identify the goods or services and to differentiate them from those of competitors. Next, brand name. Brand name is a part of the brand consisting of a word, letter or group of these that can be vocalized. It is a word or letter or combination of these which are pronounceable. എക്സാമ്പിൾ ലെക്സ്, റെയ്നോൾഡ്സ്, കണ്ണൻ ദേവൻ എക്സെട്ര. ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ബ്രാൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ വേർഡ്. ബ്രാൻഡിൻ്റെ ഒരു പാർട്ടാണ്, അതിലൊരു വേർഡ് അടങ്ങിയിട്ടുണ്ടാവും, ലെറ്റർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ദീസ്, ഇതിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാകാം. വോക്കലൈസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ലെറ്ററിൻ്റെയോ വേർഡിൻ്റെയോ ഒരു ഗ്രൂപ്പ്സ് ആകാം. ഇറ്റ് ഈസ് എ വേർഡ് ഓർ ലെറ്റർ ഓർ കോമ്പിനേഷൻ ഓഫ് ദീസ് വിച്ച് ഈസ് പ്രൊനൗൺസിയബിൾ. പ്രൊനൗൺസ് ചെയ്യാൻ കഴിയുന്ന വേർഡോ ലെറ്ററോ അതിൻ്റെ കോമ്പിനേഷനോ ആണ് ബ്രാൻഡ് നെയിം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ലെക്സ്, റെയ്നോൾഡ്സ്, കണ്ണൻ ദേവൻ, അതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ബ്രാൻഡ് മാർക്ക്.
ബ്രാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ബ്രാൻഡ് വിച്ച് അപ്പിയേഴ്സ് ആസ് എ സിമ്പൽ, ഡിസൈൻ, പിക്ചർ ഓർ കളറിംഗ് വിച്ച് ഈസ് നോട്ട് പ്രൊനൗൺസിയബിൾ. ബ്രാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ബ്രാൻഡ്, ബ്രാൻഡിൻ്റെ ഒരു ഭാഗമാണ്. വിച്ച് അപ്പിയേഴ്സ് ആസ് എ സിമ്പൽ, ഒരു സിമ്പലായിട്ടോ ഡിസൈനായിട്ടോ പിക്ചറായിട്ടോ കളറായിട്ടോ, വിച്ച് ഈസ് നോട്ട് പ്രൊനൗൺസിയബിൾ, പ്രൊനൗൺസ് ചെയ്യാത്ത ഇത്തരത്തിലുള്ള കളറായിട്ടോ പിക്ചറായിട്ടോ സിമ്പിളായിട്ടോ ഡിസൈനായിട്ടോ രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നിനെയാണ് ബ്രാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മഹാരാജ ഓഫ് എയർ ഇന്ത്യ, എയർ ഇന്ത്യയുടെ മഹാരാജ എന്നുള്ള സിമ്പിൾ. ഡെവിൾ ഓഫ് ഒനീഡ, ഒനീഡയുടെ ഡെവിൾ എന്നുള്ളത്. 4 ഫിംഗേഴ്സ് ആൻഡ് എ പാം ഓഫ് അനാസ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലീഗൽ വേർഷൻ ഓഫ് എ ബ്രാൻഡ്, ഒരു ബ്രാൻഡിൻ്റെ നിയമപരമായ വേർഷനെയാണ് നമ്മൾ ട്രേഡ് മാർക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ ബ്രാൻഡ് നെയിം ഓർ ബ്രാൻഡ് മാർക്ക് രജിസ്റ്റേർഡ് വിത്ത് ലീഗൽ അതോറിറ്റീസ്, ലീഗൽ അതോറിറ്റികളുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമിനെയോ ബ്രാൻഡ് മാർക്കിനെയോ ആണ് ട്രേഡ് മാർക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആൾ ട്രേഡ് മാർക്സ് ആർ ബ്രാൻഡ്സ് ബട്ട് ഓൺലി ലീഗലി പ്രൊട്ടക്റ്റഡ് ബ്രാൻഡ്സ് ആർ കാൾഡ് ട്രേഡ് മാർക്സ്. എല്ലാ ട്രേഡ് മാർക്കുകളും ബ്രാൻഡുകളാണ്, പക്ഷേ ലീഗലി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ബ്രാൻഡുകളെ മാത്രമേ നമ്മൾ ട്രേഡ് മാർക്ക് എന്ന് പറയുള്ളൂ. നിയമപരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടുള്ള ബ്രാൻഡുകളെ മാത്രമാണ് ട്രേഡ് മാർക്ക് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഒരു നല്ല ബ്രാൻഡ് നെയിമിന് വേണ്ട പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഷോർട്ട് ആൻഡ് സിമ്പിൾ. ഏതൊരു നല്ല ബ്രാൻഡ് നെയിമും ചെറുതായിരിക്കണം, അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്നതായിരിക്കണം. എവറി ബ്രാൻഡ് നെയിം ഷുഡ് ബി ഷോർട്ട് ആൻഡ് ഇറ്റ് ഈസ് ടു ബി സിമ്പിൾ ആൻഡ് യൂട്ടിലൈസ്ഡ് ഈസിലി. ഈസി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒന്നുകൂടി ആയിരിക്കണം അത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോൺസ്, വിമ്മ്, റിന്ന്, VIP, ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു ഗുഡ് ബ്രാൻഡ് നെയിമാണ്. പിന്നെ സജസ്റ്റ് പ്രൊഡക്റ്റ് ബെനഫിറ്റ്സ്, പ്രൊഡക്റ്റിൻ്റെ ബെനഫിറ്റ്സുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു ഗുഡ് ബ്രാൻഡ് നെയിമിനെ മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകത ഇറ്റ് സജസ്റ്റ് ദ പ്രൊഡക്ട്സ് ബെനഫിറ്റ്സ്, പ്രൊഡക്ട്സിൻ്റെ ബെനഫിറ്റ്സ് എന്നുള്ളത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. രസിക, പ്രോമിസ്, മൈ ഫെയർ ലേഡി, അതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഡിസ്റ്റിങ്റ്റീവ്, ഇറ്റ് ഷുഡ് ബി ഡിസ്റ്റിങ്റ്റീവ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം എന്നുള്ളത് അത് ഡിസ്റ്റിങ്റ്റീവ് ആയിരിക്കണം, വേർതിരിക്കാൻ കഴിയുന്നതായിരിക്കണം. ലിറിൽ, സഫാരി, സോഡിയാക്ക്, ഇതൊക്കെ വേർതിരിച്ചറിയാവുന്ന ചില ഒരു കോമൺ ആയിട്ടുള്ളൊരു നെയിമല്ല, അതുകൊണ്ട് തന്നെ വേർതിരിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തതയുള്ള ചില പേരാണ്. അഡാപ്റ്റബിൾ, അഡാപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡാപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് നെയിം ഷുഡ് ബി അഡാപ്റ്റബിൾ ടു പിക്കിംഗ് ഓർ ലേബലിംഗ് ദ റിക്വയർമെൻറ്റ്സ് ടു സ്യൂട്ട് ഡിഫറെൻറ്റ് അഡ്വർടൈസിംഗ് മീഡിയ ആൻഡ് ഡിഫറെൻറ്റ് ലാംഗ്വേജ്. വ്യത്യസ്ത ലാംഗ്വേജുകളിലും വ്യത്യസ്ത അഡ്വർടൈസിംഗ് മീഡിയയ്ക്കും സ്യൂട്ടാവുന്ന രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നായിരിക്കണം ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. ബ്രാൻഡ് നെയിം ഷുഡ് ബി അഡാപ്റ്റബിൾ ടു പിക്കിംഗ് ഓർ ലേബലിംഗ് ദ റിക്വയർമെൻറ്റ്സ് ടു സ്യൂട്ട് ഡിഫറെൻറ്റ് അഡ്വർടൈസിംഗ് മീഡിയ ആൻഡ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. വ്യത്യസ്ത അഡ്വർടൈസിംഗ് മീഡിയയ്ക്കും വ്യത്യസ്ത ലാംഗ്വേജുകൾക്കും സ്യൂട്ടാവുന്ന ഒന്നായിരിക്കണം ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വേഴ്സറ്റൈൽ. വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് അക്കോമഡേറ്റ് ന്യൂ പ്രൊഡക്ട്സ് ഇൻ ദ പ്രൊഡക്റ്റ് ലൈൻ. പ്രൊഡക്റ്റ് ലൈനിലുള്ള പുതിയ പ്രൊഡക്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാഗി, കോൾഗേറ്റ് ഇതുപോലുള്ള പ്രൊഡക്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യണം. ബ്രാൻഡ് നെയിം ഷുഡ് ബി അക്കോമഡേറ്റ് ന്യൂ പ്രൊഡക്ട്സ് ടു ദ പ്രൊഡക്റ്റ് ലൈൻ. പ്രൊഡക്റ്റ് ലൈനിൽ അല്ലെങ്കിൽ ഇൻ ദ പ്രൊഡക്റ്റ് ലൈൻ, പ്രൊഡക്റ്റ് ലൈനിലെ ന്യൂ പ്രൊഡക്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ മാഗി എന്ന് പറഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റ് ആയിരുന്നു, അതിനെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. കോൾഗേറ്റ്, ഇതൊക്കെ എക്സാമ്പിളാണ്. ലീഗൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ബ്രാൻഡ് ഷുഡ് ബി കാപ്പബിൾ ഓഫ് ബീയിങ് രജിസ്റ്റേർഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ലീഗലി. നിയമപരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തതും അതുപോലെ രജിസ്റ്റർ ചെയ്തതുമായിരിക്കണം ബ്രാൻഡ് എന്നുള്ളത്. സ്റ്റേയിങ് പവർ എന്ന് പറഞ്ഞാലോ നെയിം ചോസൺ ആസ് ബ്രാൻഡ് നെയിം ഷുഡ് ഹാവ് സ്റ്റേയിങ് പവർ. അതായത് ബ്രാൻഡ് നെയിമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ള പേരിനെ എന്തുണ്ടാക്കണം? സ്റ്റേയിങ് പവർ, ദീർഘകാലത്തേക്കുള്ള അധികാരം അതിനുണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഗെറ്റ് ഔട്ട്ഡേറ്റഡ്, അത് ഔട്ട്ഡേറ്റ് ചെയ്യാൻ പാടില്ല. ദീസ് ബ്രാൻഡ് നെയിം ഷുഡ് നോട്ട് ബി ഗെറ്റ് ഔട്ട്ഡേറ്റഡ് ആൻഡ് ഇറ്റ് ഹാസ് ഹാവിങ് സ്റ്റേയിങ് പവർ. അതിനെന്തുണ്ടായിരിക്കണം? സ്റ്റേയിങ് പവർ ഉണ്ടായിരിക്കണം എന്നാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബ്രാൻഡ് നെയിം എന്നുള്ളത് സിമ്പിളായിരിക്കണം, ഷോർട്ടായിരിക്കണം, പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റുകൾ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കണം, ഡിസ്റ്റിങ്റ്റീവ് ആയിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം, വേഴ്സറ്റൈൽ ആയിരിക്കണം, ലീഗൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം, സ്റ്റേയിങ് പവർ, അധികാരം അല്ലെങ്കിൽ പവർ സ്റ്റേ ചെയ്യുന്നതായിരിക്കണം. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ബ്രാൻഡിങ്. ബ്രാൻഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എനേബിൾസ് മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ. പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ വ്യത്യസ്തതയുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നതിന് അതിൻ്റെ മാർക്കറ്റിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് എ ഫേം ഇൻ ഡിസ്റ്റിങ്വിഷിംഗ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഫ്രം അതർ പ്രൊഡക്ട്സ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്നും സ്വന്തം പ്രൊഡക്റ്റുകളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതിന് ഫേമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദ ഫേം വിൽ ബി ഏബിൾ ടു സെക്യൂർ ആൻഡ് കൺട്രോൾ ദ മാർക്കറ്റ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ട്സ്. ഫേമിന് അതിൻ്റെ പ്രൊഡക്റ്റുകളുടെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യാനും സെക്യൂർ ചെയ്യാനും എബിലിറ്റി ഉണ്ടാവുന്നുണ്ട്.
നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ അഡ്വർടൈസിങ് ആൻഡ് ഡിസ്പ്ലേ ദ പ്രോഗ്രാം. അതായത് ബ്രാൻഡിങ് ഹെൽപ്സ് എ ഫേം ഇൻ ഇറ്റ്സ് അഡ്വർടൈസിങ് ആൻഡ് ഡിസ്പ്ലേ പ്രോഗ്രാംസ് ഡിസ്പ്ലേ ചെയ്യാനും അഡ്വർടൈസിങ്ങിനും ഒരു ഫേമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റേറ്റീവ് യൂസ് ഓഫ് ബ്രാൻഡ് നെയിം എൻഷുവേഴ്സ് ദ സെയിൽ ഓഫ് ഇസ് പ്രൊഡക്റ്റിൻ്റെ സെയിലിനെ ഉറപ്പുവരുത്തുന്നുണ്ട്. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എനേബിൾസ് എ ഫേം ടു ചാർജ് ഡിഫറൻറ്റ് പ്രൈസ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ട്സ് ആസ് കമ്പയർ ടു ദ പ്രൈസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്വന്തം പ്രൊഡക്റ്റുകൾക്ക് ഡിഫറൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യാൻ ഫേമിനെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് പോസിബിൾ ബിക്കോസ് ലൈക്കിംഗ് എ പർട്ടിക്കുലർ ബ്രാൻഡ് മേക്സ് ദ കസ്റ്റമർ ഹാബിച്വൽ ഓഫ് ഇറ്റ് ആൻഡ് ഹി മേ ബി റെഡി ടു പേ എ ഹയർ പ്രൈസ് ഫോർ ഇറ്റ്. അതിനൊരു ഉയർന്ന പ്രൈസ് പേ ചെയ്യാൻ അവർ റെഡിയാകും. ഈസ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. പുതിയ പ്രൊഡക്റ്റുകളുടെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതിന് അത് ഈസിയാണ്. എ ഫേം വിത്ത് എ പോപ്പുലർ ബ്രാൻഡ് നെയിം ക്യാൻ ഈസിലി ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ടു ദ മാർക്കറ്റ്. പോപ്പുലർ ബ്രാൻഡ് നെയിം ഉള്ള ഒരു ഫേമിന് അതിൻ്റെ മാർക്കറ്റിലേക്ക് ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, സാംസങ് എക്സ്റ്റെൻഡഡ് ദ ബ്രാൻഡ് നെയിം ഓഫ് ഇറ്റ്സ് ടെലിവിഷൻ ഇൻ ടു വാഷിംഗ് മെഷീൻ. സാംസങ് ആദ്യം ബ്രാൻഡ് നെയിം എന്നുള്ളത് ടെലിവിഷൻ മാത്രമായിരുന്നു. പിന്നീട് അത് വാഷിംഗ് മെഷീനിലേക്കും മറ്റ് ഡ്യൂറബിൾ പ്രൊഡക്ട്സ് ആയിട്ടുള്ള മൈക്രോവേവ് ഓവൻ, എയർ കണ്ടീഷണർ, AC എന്നതിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. സോ പുതിയ പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഒരു ബ്രാൻഡ് എന്നുള്ളത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സാംസങ് തുടങ്ങിയ സമയത്ത് ടെലിവിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സാംസങ്ങിൻ്റെ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. വാഷിംഗ് മെഷീൻ, അതുപോലെ മൈക്രോവേവ് ഓവൻ, എയർ കണ്ടീഷണർ, അതുപോലുള്ള നിരവധി പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി മറ്റ് അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ ഹെൽപ്സ് ഇൻ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. പ്രൊഡക്റ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? ഇറ്റ് ഹെൽപ്സ് ദ കസ്റ്റമേഴ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് ദ പ്രൊഡക്ട്സ്. പ്രൊഡക്റ്റിനെ പറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ കസ്റ്റമേഴ്സിനെ സഹായിക്കുന്നുണ്ട്. വൺസ് സാറ്റിസ്ഫൈഡ് ദർ ഇസ് നോ നീഡ് ഓഫ് ഇൻസ്പെക്ഷൻ എവറി ടൈം. ഇൻസ്പെക്ഷൻ ചെയ്യേണ്ട ആവശ്യകത അവിടെ ഉണ്ടാവുന്നില്ല. സോ ദസ് ഫെസിലിറ്റേറ്റിംഗ് റിപ്പീറ്റ് പർച്ചേസ് ഓഫ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റുകളുടെ റിപ്പീറ്റ് ആയിട്ടുള്ള പർച്ചേസ് അവിടെ സാധ്യമാക്കി തരുന്നുണ്ട്. എൻഷുവേഴ്സ് ക്വാളിറ്റി. ദാറ്റ് മീൻസ് ബ്രാൻഡിങ് എൻഷുവേഴ്സ് എ സെർട്ടൻ ലെവൽ ഓഫ് ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് ഒരു നിശ്ചിത ലെവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഇൻസ്റ്റിൽസ് കോൺഫിഡൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതോടൊപ്പം തന്നെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും അത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാറ്റസ് സിംബൽ എന്ന് പറഞ്ഞാൽ സം ബ്രാൻഡ്സ് വിത്ത് ഗുഡ് ക്വാളിറ്റി ഹാവ് നൗ ഡേയ്സ് ബിക്കം സ്റ്റാറ്റസ് സിംബൽസ്. ഗുഡ് ക്വാളിറ്റി ഉള്ള ചില ബ്രാൻഡുകൾക്ക് സ്വാഭാവികമായിട്ടും സ്റ്റാറ്റസ് സിംബൽസ് കൂടുതലാണ്. കസ്റ്റമേഴ്സ് ഓഫ് സച്ച് ബ്രാൻഡഡ് പ്രൊഡക്ട്സ്. അത്തരത്തിലുള്ള ബ്രാൻഡഡ് പ്രൊഡക്ട്സിൻ്റെ കസ്റ്റമേഴ്സ് ഫീൽ പ്രൗഡ് ഓഫ് യൂസിങ് ദം ആൻഡ് സ്പീക്ക് ഹൈ ഓഫ് സച്ച് പ്രൊഡക്ട്സ് ബിക്കോസ് ഇറ്റ് ആഡ്സ് ടു ദെയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അത്തരത്തിലുള്ള ബ്രാൻഡഡ് പ്രൊഡക്ട്സിൻ്റെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഫീൽ പ്രൗഡ് ഓഫ് യൂസിങ് ദം. അത് യൂട്ടിലൈസ് ചെയ്യുന്നതിന് കൂടുതൽ ആത്മാഭിമാനം ഉണ്ടാവുകയും ആൻഡ് സ്പീക്ക് ഹൈ ഓഫ് സച്ച് പ്രൊഡക്റ്റ്. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ ഇടവരികയും ആൻഡ് ബിക്കോസ് ഇറ്റ് ആഡ്സ് ടു ദെയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അത് അവരുടെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെ വർദ്ധിപ്പിച്ചെടുക്കുകയും ചെയ്യും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബ്രാൻഡിങ് ടു ദ കസ്റ്റമേഴ്സ്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. പ്രൊഡക്റ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻഷുവേഴ്സ് ദ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഗുണലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ട്. സ്റ്റാറ്റസ് സിംബലുകളും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകൾ എന്താണെന്ന് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എന്താണെന്ന് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ബ്രാൻഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് മാർക്കറ്റേഴ്സിനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. അതിനുശേഷം വേരിയസ് ടേംസ് റിലേറ്റഡ് ടു ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വേരിയസ് ടേംസുകളെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെ ടേംസുകൾ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം, ഒരു നല്ല ബ്രാൻഡ് നെയിമിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.